സുപ്രഭാതം. നിങ്ങൾക്ക് എല്ലാവർക്കും സംസ്കൃതം പേര് കിട്ടിയ ഇഷ്ടമായ? എവിടെ ഒന്ന് കാണിച്ചെല്ലാരും. എന്തുകൊണ്ടാണ് ഇതിനെ സംസ്കൃതം പേരെന്ന് വിളിക്കുന്നത്? എവിടെ അതൊന്ന് വായിച്ചേ. അഹം വിദ്യാലയെ ഉദ്യോഗം കരോമി അല്ലേ? അത് അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിലോ അതിന് താഴെ അതൊന്ന് വായിച്ചേ. അഹം വിദ്യാലയെ ഉദ്യോഗം കരോമി അല്ലേ? ഇനി അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു. വെരി ഗുഡ് അല്ലേ? അപ്പൊ ഒരു വാക്ക് സംസ്കൃതം പഠിച്ച ശുഭമസ്തു. ഓക്കെ, ശുഭമസ്തു എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മംഗളം ഭവിക്കട്ടെ. വെരി ഗുഡ് അല്ലേ? ഇഷ്ടമായ? സംസ്കൃതം എഴുതിയിട്ടുണ്ടല്ലേ? ഈ പേര് ഉപയോഗിച്ച ഒരു വാക്യമെങ്കിലും സംസ്കൃതം പഠിക്കാൻ പറ്റും അല്ലേ? അങ്ങനെ പഠിച്ച ആരെങ്കിലും സംസ്കൃതം അറിയാൻ പാടില്ലാത്തവരെന്ന് കൈവക്കെ. സംസ്കൃതമാണ് അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു. സംസ്കൃതം പഠിക്കാൻ പറ്റിയ ശതം ജീവശരദോ വർദ്ധമാനഃ ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ. ശുഭമസ്തു. ഇതിന്റെ മലയാളം അർത്ഥം മംഗളം ഭവിക്കട്ടെ എന്നാണ്. ദിനാശംസ, ജന്മദിനാശംസ, ജന്മദിന ആശംസകൾ. അഹം ആവണം ഗച്ഛാമി. ഞാൻ കടയിലേക്ക് പോകുന്നു. ശതം ജീവ ശരദോ വർദ്ധമാനഃ ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ. കൊള്ളാല സംഭവം. ഞാനും പഠിച്ചു 2 വാക്യം. ക്ലാസ്സിന് വന്നപ്പോൾ നല്ലൊരു സംസ്കൃതമായിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവരുടെ പേര് കൊണ്ടുവന്നു. യാത്ര സുഖമായി ഭവതു, യാത്ര സുഖമായിരിക്കട്ടെ. ജയ്ത് ഭാരതം, ജയ്ത് സംസ്കൃതം.